വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പാൻകേക്കിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. അങ്ങനെ അതാ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് വേണ്ടത് ജീരകവും ഏലക്കായും പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതിലേക്ക് ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് ശർക്കരപ്പാനിയാണ്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മധുരത്തിൻ്റെ നോക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം ചേർക്കുന്നില്ലെങ്കിൽ പാൽ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു റോബസ്റ്റ് പഴം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. പഴം നന്നായിട്ട് തന്നെ ഉടഞ്ഞെടുക്കണം. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഈ മാവിൻ്റെ പാകം എങ്ങനെയാണ്, നന്നായിട്ട് തന്നെ ഒക്കെ പഴമൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അവിടെ മൂടി വെക്കുക കേട്ടോ. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ദോശ പാന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ മാവ് കോരി ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഒന്നൊന്ന് ചുറ്റിയെടുക്കുക. അല്പം നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നെയ്യ് ഇതിലിട്ടതിനെ കൊണ്ട് പിന്നെ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി പാൻകേക്കാണ് കേട്ടോ. ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.